ഇന്നത്തെ കാലഘട്ടത്തിലും പ്രസക്തമായ ഒരു പഴയ കഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പണസമ്പാദനത്തിന്റെ പിന്നാലെ പോയി ജീവിതം നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ചുള്ള കഥയാണ്. കഥയുടെ പേര് ദാമ്പത്യം. എഴുതിയത് കാരൂർ നീലകണ്ഠപിള്ള. 7 ദിവസം കൂടിയിട്ടാണ് അയാൾ വീട്ടിൽ വന്നത്. ഇതൊരു പതിവാണ്. അയാളുടെ സുന്ദരിയായ ഭാര്യ അന്ന് പതിവിലേറെ ശുണ്ഠി പിടിച്ചിരിക്കുകയായിരുന്നു. 3 വർഷം മുമ്പ് അവരുടെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ 3 ദിവസം തികച്ച് അയാൾ ഒരിക്കലും അവളോടുകൂടി ഇരുന്നിട്ടില്ല. മുഷിഞ്ഞ മുണ്ടൊന്നു മാറാനായിരിക്കും അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നത്, അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് എണ്ണ തേച്ച് കുളിക്കാൻ. 2 ദിവസം മുമ്പായിരുന്നു അവരുടെ വിവാഹത്തിന്റെ 3ാമത് വാർഷികം. അന്ന് അയാൾ നിശ്ചയമായും വീട്ടിൽ വരുമെന്ന് ശാരദ പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞയാണ്ട് ഇവിടെ ഇല്ലാതിരുന്നതിന് അയാൾ മാപ്പ് ചോദിച്ചു. ഇപ്പോൾ ആ ദിവസം കടന്നുപോയത് അയാൾ അറിഞ്ഞതേയില്ല. അയാൾ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയുടെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നെങ്കിൽ പരിഭ്രമിച്ചു പോയേനെ. അതൊന്നും ശ്രദ്ധിക്കാൻ അയാൾക്ക് നേരമില്ല. അയാൾ ഒരു ചുമതലക്കാരനായി പോയി. ഭാര്യയ്ക്ക് മുട്ടുകൂടാതെ ജീവിക്കാനുള്ള വഴി തേടി വെക്കണം. തന്റെ കണ്ണൊന്നടഞ്ഞു പോയാൽ അവൾക്ക് പരാശ്രയം കൂടാതെ ജീവിക്കാനുള്ള വകയുണ്ടാക്കിയിരിക്കണം. മക്കളുണ്ടാകുമ്പോൾ യാതൊരു ക്ലേശവും കൂടാതെ അവരെ വളർത്തണം. മക്കളെ ധാരാളം പഠിപ്പിക്കണം. അവർക്ക് സുഖമായി ജീവിക്കണം. താൻ ദാരിദ്ര്യത്തിൽ ജനിച്ചു. തന്റെ കുഞ്ഞുങ്ങൾക്ക് ആ ദുർവിധി ഉണ്ടാകരുത്. താൻ അലഞ്ഞു നടക്കുന്നു. തന്റെ മക്കൾക്കതിനിടയാകരുത്. അയാൾ ആവും വിധം ശ്രമിക്കും. അയാൾക്ക് മൂലധനമൊന്നുമില്ല. തലയും നാക്കും കൊണ്ടാണ് അയാളുടെ വ്യാപാരം. അയാൾക്ക് ശമ്പളക്കാരില്ല. ശമ്പളക്കാരന് ചെയ്യാവുന്ന ജോലിയല്ല അയാൾക്കുള്ളത്. എല്ലായിടത്തും തന്നെത്താൻ ചെല്ലണം. ഭാര്യയോടുള്ള സ്നേഹമോ തന്റെ ചെറുപ്പമോ വീട്ടിൽ തന്നെ ഇരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചില്ല. ശാരദ എത്ര സുന്ദരിയായിരിക്കട്ടെ, അവളുമായി സല്ലപിച്ചുകൊണ്ടിരിക്കാൻ ഗോപാലൻ നായർക്ക് നേരമില്ല. അയാളൊരു ദല്ലാളാണ്. ഭൂസ്വത്ത് വിൽക്കാനോ വാങ്ങാനോ ഉള്ളവർ അയാളോട് ആലോചിക്കാറുണ്ട്. അയാൾ വസ്തുവിന് ആവശ്യക്കാരനെയും ആവശ്യക്കാരന് വസ്തു അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സമർത്ഥനാണ്. പ്രസ്തുത തൊഴിൽ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അയാൾ ചിലപ്പോൾ പറഞ്ഞു പോകാറുണ്ട്, ലോകത്തിലില്ല ഇത്രയും രസം പിടിച്ച തൊഴിൽ. ഗോപാലൻ നായർ അങ്ങനെ നടക്കും. അയാളുടെ അമ്മ ചിലപ്പോൾ പറയും, എന്റെ മക്കളെ, ഈ നടപ്പ് നടന്ന് എഴുന്നേൽക്കാൻ മേലാതെ ആയല്ലോടാ. 4 ദിവസം നേരത്തിന് വല്ലതും കഴിച്ച് ഇവിടെയെങ്ങാനും കുത്തിയിരിക്കരുതോ. അതൊന്നും അയാളുടെ ചെവിയിൽ പോകയില്ല. ശാരദ ചിലപ്പോൾ ഭർത്താവിന്റെ യാത്രയ്ക്ക് എന്തെങ്കിലും പ്രതിബന്ധമുണ്ടാക്കും. ബോട്ടോ ബസ്സോ പുറപ്പെടേണ്ട സമയത്ത് അയാൾക്ക് ചെന്നു ചേരാൻ സാധിക്കാത്ത വിധം എന്തെങ്കിലും ഒരു പ്രതിബന്ധം. അതൊന്നും അയാളോട് പറ്റുകയില്ല. എന്നും അവൾക്ക് പരിഭവം പറയാനേ നേരമുള്ളൂ. അവർ തമ്മിൽ കാണുമ്പോൾ അവളുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അയാൾ അപ്പോഴൊക്കെ സമാധാനിക്കുകയും ചെയ്യും. അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ ശാരദയോട് ചോദിച്ചു, നിനക്ക് എന്തില്ലാഞ്ഞിട്ടാടി ഈ പ്രാകൃതം പിടിച്ച വേഷത്തിൽ നടക്കുന്നത്? ഈ പ്രായത്തിൽ ഇത്ര കരുതായികയായാൽ നിനക്ക് 2 കുഞ്ഞുങ്ങളും കൂടെ ആകുമ്പോൾ പിന്നെ എങ്ങനെയാ എന്റെ ശാരദേ എന്ന് മറ്റൊരുവൾ ചോദിച്ചു. ആ പെണ്ണിന് ഏതാണ്ട് സുഖക്കേടാ എന്ന് അവളുടെ അമ്മായിയമ്മ ഒരിക്കൽ ഗോപാലൻ നായരോട് പറഞ്ഞു. അല്ലോ, ഇത്ര മരുന്ന് മേടിച്ചു കൊടുക്കണം കേട്ടോടാ. അടുത്ത വീട്ടിൽ തിരുവാതിരകളി പൊടി പൊടിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിരുവാതിര കളിക്കാൻ കൂടിയവരിൽ ഏറ്റവും നല്ല പാട്ടുപാടിയത് ശാരദയായിരുന്നു. ഇക്കൊല്ലം അവളുടെ ചങ്ങാതിമാർ നിർബന്ധിച്ചിട്ടും ശാരദ കളിക്കാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് മിക്ക സമയവും മൗനമാണ്. കഴിഞ്ഞ മാസത്തിൽ ഗോപാലൻ നായർ അവൾക്കൊരു ജോഡി വള പണിയിപ്പിച്ചു കൊടുത്തു. അതൊന്ന് കയ്യിലിട്ട് കാണാൻ അയാൾ വളരെ ശ്രമിച്ചിരുന്നിട്ടും അതുണ്ടായില്ല. ഇന്ന് സ്വർണം ഇടാൻ കൊള്ളുന്ന ദിവസമല്ല എന്നവൾ പറഞ്ഞു. 7 ദിവസം കൂടിയിട്ടെന്ന് അവളുടെ ഭർത്താവ് വന്നിരിക്കുകയാണ്. അയാളെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരിയുടെ പാരുഷ്യം കുറേശ്ശെയായി മാഞ്ഞുപോയി. അന്നവൾ ഒരു വിശേഷം പറഞ്ഞു. സുഭദ്രയുടെ വിവാഹം കഴിഞ്ഞ് രജിസ്റ്ററിൽ എഴുതിവെച്ചത് അറിഞ്ഞോ? ഏത് സുഭദ്രയുടെ? സുന്ദരവിലാസത്തിലെ. അയാൾക്കൊരടിയായിരുന്നു ആ വാർത്ത. ഗോപാലൻ നായരായിരുന്നു ആ വിവാഹം നടത്തിച്ചത്. അവർ മിനിഞ്ഞാന്ന് വേർപെട്ടു. കഷ്ടമായിപ്പോയി. ഇത്ര നല്ല ചേർച്ചയുള്ള ഒരു വിവാഹം അടുത്ത കാലത്തെങ്ങും ഈ പ്രദേശത്ത് നടന്നിട്ടില്ല. പെണ്ണിനാണോ ചെറുക്കനാണോ യോഗ്യത കൂടുതലെന്ന് നിശ്ചയിക്കാൻ പ്രയാസം. അയാളുടെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞാൻ എന്തു പാടുപെട്ടെന്നറിഞ്ഞോ? എന്തു ഭ്രാന്താണ് മനുഷ്യർക്ക്. അവനാണെങ്കിൽ നല്ല മര്യാദയും വകതിരിവുമുള്ള പയ്യൻ. മാസം ഒരു 10-300 രൂപ ഇപ്പോൾ വരവുണ്ട്. ഇൻഷുറൻസ് ഏജന്റ് അല്ലേ. ആരെയെങ്കിലും വളച്ച് ഇൻഷുർ ചെയ്യിച്ചാൽ പിന്നെ അയാൾക്ക് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. 5-6 കൊല്ലം കൂടി ഇങ്ങനെ നടന്നാൽ പിന്നെ സ്വസ്ഥമായിട്ടൊരിടത്തിരുന്നാലും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കഴിയാനുള്ള വക കിട്ടും. അവളാണെങ്കിലോ നല്ല സൗന്ദര്യം, ഒന്നാന്തരം സ്വഭാവം. അവരിൽ ആർക്കായിരുന്നു പിരിയണമെന്ന് നിർബന്ധം? അയാൾക്ക് കല്യാണം വേണമെന്നില്ല. അവൾക്ക് അങ്ങനെയുള്ളവനെ വേണ്ടതാനും.
അവൾ വലിയ ബുദ്ധിമോശമാണ് കാണിച്ചത്. അവൾ പറയുന്നത് കേട്ടാൽ മനസ്സിലാകും അയാളാണ് കുറ്റക്കാരൻ എന്ന്. എന്തു ചെയ്തു മുകുന്ദൻ? അവളുടെ ജന്മം പാഴാക്കി. എന്നുവെച്ചാൽ അവൾ ഒരു പെണ്ണാണെന്ന് അയാൾ കരുതിയില്ല. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുകില്ല. എങ്ങനെ മനസ്സിലാകാനാ? നിങ്ങൾ രണ്ടുപേരും ഒരു ജാതിയാണ്, മുകുന്ദൻ നായരും നിങ്ങളും. പുരുഷന്മാരെത്ര പാടുപെട്ടാലും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കതൊരു വകയല്ല. എന്തിനാണ് ഞങ്ങൾ ഇത്ര പാടുപെടുന്നതെന്ന് അറിയാനുള്ള ബുദ്ധിയില്ല നിങ്ങൾക്ക്. ഓഹോ, അറിയാം, ഞങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാക്കിത്തരാൻ. എന്നാലൊന്ന് മനസ്സിലാക്കണം, ഉണ്ണാനും ഉടുക്കാനുമുള്ള വക ഞങ്ങൾ വേല ചെയ്താലും ഉണ്ടാകും. അവളോട് എത്ര ദയാഹീനമായിട്ടാണ് അയാൾ പെരുമാറിയെന്നറിയാമോ? അവൾ പറയുന്നത് കേട്ടാൽ ഹൃദയമുള്ളവർ കരഞ്ഞു പോകും. അയാൾ നിർദ്ദയമായിട്ടെന്തു ചെയ്തു? അവളെ ഉപദ്രവിക്കുമായിരുന്നോ? എന്നാൽ അവൾ ദുർനടപ്പുകാരി ആയിരുന്നിരിക്കും. അവൾ ദുർനടപ്പുകാരിയല്ല. അഥവാ അങ്ങനെ ആയെങ്കിൽ തന്നെ അയാളാണ് അതിന് ഉത്തരവാദി. അവളെ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അവൾ സഹിച്ചേനെ. പിന്നെ എന്താണ് അയാൾ ചെയ്തത്? എന്നെ ഇവിടെ എങ്ങനെ വേദനിപ്പിക്കുന്നോ അതുപോലെയാണ് അയാളും. അവൾ പറഞ്ഞു തീരുന്നതിനു മുമ്പ് അയാൾ പറഞ്ഞു, നിർത്ത്, എനിക്ക് നേരത്തെ കിടന്നുറങ്ങണം. വെളുപ്പിന് 4:30-ക്കുള്ള വണ്ടിക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. അവരുടെ കഥ മുഴുവനായില്ല. ശേഷം കൂടെ കേട്ടിട്ട് തിരുവനന്തപുരത്തിന് പൊയ്ക്കോളൂ. എന്താ ശേഷം? അവളുടെ മടയത്തരം കൊണ്ട് യോഗ്യനായ ഭർത്താവിനെ ഉപേക്ഷിച്ചു. ഇനി ഈ ജന്മത്തുണ്ടോ അവൾക്കൊരുത്തൻ വന്നു ചേരാൻ പോകുന്നു? അതും കഴിഞ്ഞു. ഇന്നലെ അവളുടെ പുനർവിവാഹവും നടന്നു. അതും രജിസ്റ്റർ മുഖേന തന്നെ. ഓഹോ, അത്ര ശ്വാസം മുട്ടിയിരിക്കായിരുന്നോ? എന്നാൽ രജിസ്റ്റർ വിവാഹമാക്കി കളഞ്ഞത് എന്തിനാ? മനുഷ്യരുടെ മുഖത്തു നോക്കാൻ നാണമായിട്ടായിരിക്കും. വീട്ടുകാര് സമ്മതിക്കാഞ്ഞിട്ട്. അപ്പോൾ ലവ് മാരേജ് ആണ്. ആരാണോ അവളുടെ പ്രേമഭാജനം? പ്രേമഭാജനമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവളുടെ പുതിയ ഭർത്താവ് അവരുടെ തെക്കേപ്പുരയിടത്തിൽ പാർക്കുന്ന ഒരു കൂലിവേലക്കാരനാണ്. ഗോപാലൻ നായർ ഭാര്യയുടെ മുഖത്ത് നിർനിമേഷം നോക്കിക്കൊണ്ടിരുന്ന് എന്തോ ആലോചിച്ചു. എന്താ, അവളാണോ തെറ്റുകാരി? ശാരദ ഭർത്താവിന്റെ മുഖത്തുനിന്ന് നോട്ടം പിൻവലിച്ചില്ല. അയാൾ കളഞ്ഞുപോയ എന്തോ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ തുടങ്ങുന്നതുപോലെ കാണപ്പെട്ടു.